സെഞ്ചുറി ഒന്നും വേണ്ട, ടീമിന് സ്കോർ മതി. ശ്രേയസ് അയ്യറും ശശാങ്ക് സിംഗും ബൗണ്ടറികളുടെ പെരുമഴ തീർത്ത പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സ് ഉയർത്തിയത് 244 റൺസിന്റെ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എടുത്തു. 42 പന്തുകൾ നേരിട്ട പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 9 സിക്സുകളും 5 ഫോറും ഉൾപ്പെടെ 97 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 16 പന്തുകളിൽ നിന്ന് ശശാങ്ക് സിംഗ് 44 റൺസ് എടുത്തു. പഞ്ചാബ് ഓപ്പണർ പ്രയാഷ് ആര്യ 23 പന്തിൽ 47 റൺസ് എടുത്ത് പുറത്തായി. സ്കോർ 28 നിൽക്കെ ഓപ്പണർ പ്രസിമ്രാൻ സിംഗിനെ പഞ്ചാബിന് നഷ്ടമായി. കസിക റബാഡയുടെ പന്തിൽ അർഷാദ് ഖാന് ക്യാച്ച് കൊടുത്താണ് പഞ്ചാബ് ഓപ്പണർ പുറത്തായത്. അതിനുശേഷം പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളത്തിലിറങ്ങിയതോടെ കളി മാറി. പ്രയാഷ് ആര്യയും അയ്യറും ചേർന്ന് പവർ പ്ലേ ഓവറുകളിൽ അടിച്ചത് 73 റൺസ്. തൊട്ടു പിന്നാലെ പ്രയാഷിനെ സ്പിന്നർ റാഷിദ് ഖാൻ സായി സുദർശന്റെ കൈകളിലും എത്തിച്ചു. ഒരു ഭാഗത്ത് ശ്രേയസ് അയ്യർ നിൽക്കുമ്പോൾ മറുഭാഗത്ത് തുടർച്ചയായി വിക്കറ്റുകൾ വീഴുന്നതാണ് മധ്യ ഓവറുകളിൽ പഞ്ചാബിന് തിരിച്ചടിയായത്. 27 പന്തുകളിലാണ് ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറിയിലെത്തിയത്. വൈകാതെ ബാറ്റിംഗിനിറങ്ങി ഗിയർ മാറ്റിയ അയ്യർ തുടർച്ചയായി സിക്സറുകൾ പായിച്ചു. പ്രസിദ്ധ കൃഷ്ണയുടെ 16-ാം ഓവറിൽ 3 സിക്സറുകളും 1 ഫോറുമാണ് അയ്യർ അടിച്ചുകൂട്ടിയത്. അവസാന 30 പന്തുകളിൽ 87 റൺസാണ് ശ്രേയസ് അയ്യറും ശശാങ്ക് സിംഗും ചേർന്ന് അടിച്ചുകൂട്ടിയത്. എന്നാൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞ അവസാന ഓവറിൽ 5 ഫോറുകൾ പായിച്ച് ശശാങ്ക് ശ്രേയസിനെ സെഞ്ചുറി തികയ്ക്കാൻ അനുവദിച്ചില്ല. സ്ട്രൈക്ക് ലഭിക്കാതിരുന്ന അയ്യർക്ക് 97-ൽ ബാറ്റിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു.